വരയ്ക്കൽ കടപ്പുറത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ രാവിലെ വലിയ രീതിയിൽ തിരക്ക് കടപ്പുറത്ത് അനുഭവപ്പെട്ടിരുന്നു ബലിതർപ്പണത്തിനായി. എന്നാൽ ഇപ്പോൾ തിരക്ക് കുറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലെ വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് വരയ്ക്കൽ കടപ്പുറത്ത് ഇതിനുള്ള ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങളെല്ലാം ബലിതർപ്പണം ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോഴും അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നേരത്തെ വലിയ രീതിയിൽ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോൾ അതിലൊരു ചെറിയ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ നല്ല രീതിയിലുള്ള വെയിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പോലും ആളുകൾ ഇവിടെ ബലിതർപ്പണത്തിനായി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് വിവിധ ജില്ലകളിൽ നിന്നടക്കം ആളുകൾ ഈ ഒരു ഭാഗത്തേക്ക് ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട്. ഇന്നലെ വൈകുന്നേരം 5 മണി മുതൽ ഒരു 10 മണിയോടുകൂടി അല്ലെങ്കിൽ 10:30യോടുകൂടി തന്നെ ഇവിടെയുള്ള ബലിതർപ്പണം അവസാനിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. വരയ്ക്കൽ ദുർഗാദേവി ക്ഷേത്രം, അതുപോലെ തന്നെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, ഹിന്ദു ഐക്യവേദി, വരയ്ക്കൽ ബലിതർപ്പണ സമിതി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ വരയ്ക്കൽ കടപ്പുറത്ത് ബലിതർപ്പണ സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ടോക്കൺ എടുക്കാൻ വലിയ രീതിയിൽ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ആ തിരക്കിലെല്ലാം വലിയ കുറവ് ആണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ടോക്കൺ എടുത്ത ശേഷം കടലിൽ പോയി മുങ്ങി അവിടെ നിന്ന് ഈ ബലിതർപ്പണ സാധനങ്ങളെല്ലാം വാങ്ങിച്ച ആളുകൾ ഇവിടേക്ക് അത് ബലിതർപ്പണത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇവിടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടലിൽ പോയി മുങ്ങി വേണം ആളുകൾക്ക് ഇവിടേക്ക് ബലിതർപ്പണത്തിനായി എത്തിച്ചേരാൻ. കടലിൽ പോയി മുങ്ങേണ്ട സാഹചര്യമുള്ളത് തന്നെ വലിയ രീതിയിൽ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡോക്ടർമാർ, ആംബുലൻസ് എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള റോഡ് ഭാഗങ്ങളിലെല്ലാം വാഹനങ്ങൾ നിർത്തിയിടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം ക്രമീകരിക്കാൻ പോലീസും ഇവിടെ സജ്ജമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ തിരക്കിൽ വലിയ കുറവാണ് ഇപ്പോൾ വരയ്ക്കൽ കടപ്പുറത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.